നമുക്കൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ അരച്ച കറിയാണേ. ഞാനിവിടെ ഉണക്ക കൊഴുവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. നല്ലൊരു ചട്ടി എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. മീൻ കറിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഉലുവ, കടുക് എന്നിവയിട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് കൊല്ലമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില അപ്പം ഇട്ടാൽ മതി കേട്ടോ. നേരത്തെ ഇട്ടാൽ അത് ചിലപ്പോൾ പുകഞ്ഞു പോകും. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്യുക. ചെറിയുള്ളി 8-10 എണ്ണം മതി. അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാളയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അടുത്ത് കുറച്ച് മുരിങ്ങാക്കോൽ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് പതുക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൊഴുവ മീനെടുത്ത് അതിനകത്തേക്ക് ഇടുക. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇടുക. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ചിടാം. പിന്നെ ഞാൻ തേങ്ങ അരച്ച് കറി ആയതുകൊണ്ട് ഞാൻ നല്ല മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് മുരിങ്ങാക്കോലും മീനുമാണല്ലോ ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം അത് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് വയ്ക്കുമ്പോഴാണ് ഇതിന് കറിക്ക് നല്ല സ്വാദ് ഉണ്ടാകുന്നത്. അത് നന്നായി തിളച്ച് ആ മാങ്ങയുടെ പുളിയൊക്കെ കറിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വച്ചിരിക്കണം. ഞാനൊരു അരമുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തേങ്ങ മാത്രം അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക. അത് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ നല്ലൊരു ഉണക്കമീൻ കറി റെഡിയാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെങ്ങനെയാണ് ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നതെന്ന് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ മീൻ കറി തിളച്ച് നന്നായി സെറ്റായി വന്നതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്